പെട്ടെന്നൊന്ന് സ്കൂളിൽ പോകാൻ റെഡി ആയാലോ. കുളിച്ച് വന്നിട്ട് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഡോട്ട് ആൻഡ് ഗിയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് 72 ഹവേഴ്സൊക്കെ ഹൈഡ്രേറ്റ് ആക്കി വെക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അത്രയില്ലെങ്കിലും ഒരു 2 to 3 ഹവേഴ്സൊക്കെ ഓക്കെയാണ് എനിക്ക്. ഓക്കെ, അടുത്തത് സൺസ്ക്രീനാണേ. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സൺസ്ക്രീൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ട്രയൽ പാക്കിൽ വരുന്ന സൺസ്ക്രീൻ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇത് ഡെർമാക്കോൻ്റെ സൺസ്ക്രീനാണ്. SPF 50 PA++++. ഓക്കെ, അടുത്തത് കുറച്ച് പൗഡറും കൂടി ഇട്ടിട്ട് അതൊന്ന് ഓക്കെ ആക്കി വെക്കാം. ഇത് നമ്മുടെ യാഡ്ലിയുടെ പൗഡറാണ് കേട്ടോ. അതിനുശേഷം വലിയ മേക്കപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്, പിന്നെ കണ്ണെഴുതാൻ അത്ര താല്പര്യമില്ലെങ്കിലും എഴുതിയേക്കാമെന്ന് വെച്ചിട്ട് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയ കൺമഷി ഉപയോഗിച്ച് കണ്ണെഴുതാം. അപ്പോൾ ഇത് ശരിക്കും ഇല്ലേ, ഞാൻ എൻ്റെ കൺപീലി പൊഴിയുന്നത് കൊണ്ട് ഞാൻ ഇടുന്ന കേട്ടോ. എനിക്കങ്ങനെ കണ്ണെഴുതുന്ന സ്വഭാവമൊന്നും ഇല്ല, പക്ഷേ ഞാൻ ഇപ്പോൾ എഴുതുന്നുണ്ട്. ഓക്കെ, കമ്മൽ ഇതാണ് കേട്ടോ ഇട്ടത്. അടുത്തതായി പൊട്ടും അതുപോലെ തന്നെ ഇത്ര വലിയ പൊട്ടൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞാൻ ഇതിങ്ങനെ ഇട്ട് പോകുന്നു. ഓക്കെ, ഇതിനേക്കാൾ കുഞ്ഞു പൊട്ടാണ് ഞാൻ ഇടാറ്. അടുത്തത് വിഷ് കെയറിൻ്റെ ലിപ് ബാമാണ്. ഇത് ശരിക്കും നല്ല ഒരു ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിരുന്നു എൻ്റെ ലിപ്പ്, ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിരുന്നു. ഇപ്പം കുറച്ച് മാറ്റമുണ്ട്, പിഗ്മെൻറ്റേഷൻ കുറയും എന്നാണ് കേട്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ലിപ് ബാമാണത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ശരി, എൻ്റെ ഓട്ടം വന്നു, ഞാൻ പോവുകയാണ്. ബൈ ബൈ, ടാറ്റ.